ടി വി പ്രസാദിലേക്ക്. പ്രസാദ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും കടുപ്പിച്ചൊന്നും പറയില്ല, ഉള്ളിൽ ആശ്വാസം കൊള്ളുന്ന കാര്യവും പുറത്തേക്ക് പറയില്ല. ആശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസിനും UDF-നുമാണ്. അതേസമയം BJP-യെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഈ ഐക്യമില്ല എന്നുള്ളത് ഒരു തിരിച്ചടിയാവുകയുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനിക്കാവുന്ന ചില സാഹചര്യങ്ങളാണ് ഈ ഐക്യം സംഭവിച്ചെങ്കിൽ ഉണ്ടാകുമായിരുന്നത്. അതിനാണിപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കാണണം? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രസാദ്. സ്മൃതി, ഈ നീക്കങ്ങളെല്ലാം നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. നമ്മളന്ന് കണ്ടതാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അത് തീരുന്നതിന് മുമ്പ് തന്നെ തൊട്ടു പിന്നിൽ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടായ ഒരു പൊതുരീതി എന്ന് പറയുന്നത് അത് VD സതീശനെതിരായ നീക്കം രണ്ടുപേരും ചേർന്ന് നടത്തുന്നു എന്നുള്ളതാണ്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനങ്ങൾ VD സതീശനെതിരായി നടത്തുന്നു. അതിന് പിന്നാലെ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം, പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇവരുടെ മുന്നിലേക്ക് വന്നിരുന്നു നേരത്തെ തന്നെ. അതായത് രണ്ടുപേരും തമ്മിൽ ഒരുമിക്കുന്നത് സംബന്ധിച്ച്. പക്ഷേ ആ ഒരു സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ടായത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും. അത് സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തതെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ഐക്യത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടി യഥാർത്ഥത്തിൽ ശ്രുതി പറഞ്ഞതുപോലെ അത് NSSനും അതുപോലെ തന്നെ അത് CPIM-നും അതുപോലെ തന്നെ BJP-ക്കുമുള്ള തിരിച്ചടിയായിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു നീക്കമായി അതിനെ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ഐക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് BJP-ക്കും അതുപോലെ തന്നെ CPIM-നും സഹായകരമായ ഒരു നീക്കമായി മാറാനുള്ള സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രുതി, വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായി ഇപ്പോഴും ആർക്കും പറയാൻ കഴിയുന്നില്ല. അത് BJP-യുടെ രാഷ്ട്രീയമാണോ അതല്ല CPIM-ന്റെ രാഷ്ട്രീയമാണോ എന്ന്. BDJS രൂപീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് ശംഖുമുഖം കടപ്പുറത്തായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങ്. ആ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സമുദായ സംഘടനകളുടെ ഐക്യമായിരുന്നുവെങ്കിൽ ആ നമ്പൂതിരിക്കൊപ്പം നസ്രാണി കൂടി കൂടുകയാണ് എന്നുള്ളതാണ്. അതായത് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. അന്ന് BDJS കൊണ്ടുവന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ പിന്നീട് BDJS-ൽ നിന്ന് മാറുന്നു. അത് മകനെ ഏൽപ്പിക്കുന്നു. ആ മകൻ NDAയുടെ ഭാഗമാകുന്നു. ആ മകനാണ് പിന്നീട് NSS-നടുത്തേക്ക് ചർച്ചയ്ക്ക് എന്ന നിലയിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അത് നേരത്തെ ലേബി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെ തിരിച്ചറിയുന്നു അത് BJP-യിലേക്കുള്ള ഒരു യാത്രയാണോ എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. ഇനി എന്തായാലും NSS എടുക്കുന്ന തീരുമാനം നേരത്തെ പറഞ്ഞതുപോലെ സമദൂരത്തിലുള്ള ഒരു ശരി ദൂരം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ശ്രുതി.